വെൽക്കം ടു ബയോസൊല്യൂഷൻസ്. ഞാൻ ബിപിൻ മാപ്പറ്റ. നമ്മൾ 8th അവസാന ചാപ്റ്ററിലേക്ക് വന്നിരിക്കുകയാണ്. 6 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8th ലാസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററോട് കൂടി 8ാം ക്ലാസ്സിലെ ബയോളജി ഇവിടെ കംപ്ലീറ്റ് ആവും. നമുക്ക് 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. നമ്മുടെ ജനറേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറകളെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് വളരെ അത്യാവശ്യമാണ്, അല്ലേ? റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് ഇല്ലാതെ നമ്മുടെ തലമുറകൾ എന്തില്ല, കൈമാറി പോവില്ല. അപ്പൊ റീപ്രൊഡക്ഷൻ എന്നൊരു പ്രോസസ്സ് വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രോസസ്സാണ് എന്ന് നമുക്കറിയാം. ആ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററായ 6ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ we are going to discuss about reproduction. And first of all we need to discuss what we mean by reproduction. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാം, പക്ഷെ നമുക്കതിന് സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പഠിക്കാം. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ organisms produce next generation. Okay, it is a process through organisms produce next generation. അടുത്ത ജനറേഷനെ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ജീവികൾ തൊട്ടടുത്ത തലമുറയെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. Okay, so that's a definition for reproduction. Reproduction is nothing but it is a process through organisms, means ജീവികൾ, organisms produce next generation. അടുത്ത ജനറേഷനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ഒരു റീപ്രൊഡക്ഷൻ എന്ന ആ പ്രോസസ്സിൽ എത്ര ജീവികൾ അല്ലെങ്കിൽ എത്ര ഓർഗാനിസംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ റീപ്രൊഡക്ഷൻ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ there are two types of reproductions are present on the basis of how many organisms participate in that process. ആ പ്രോസസ്സിൽ എത്ര ജീവികൾ പങ്കെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ റീപ്രൊഡക്ഷൻ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. First one is asexual reproduction. Asexual reproduction. And the second type is sexual reproduction. Okay, so there are 2 types of reproduction processes are there on the basis of how many organisms are participate in that process. Okay, ആ പ്രോസസ്സിൽ എത്ര ജീവികൾ പങ്കെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ റീപ്രൊഡക്ഷൻ നമ്മൾ 2ആയി തിരിക്കുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ. ക്ലിയർ ആണോ? റീപ്രൊഡക്ഷൻ എന്താണ്, 2 ടൈപ്പ് റീപ്രൊഡക്ഷൻസ് ഏതാണ്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരൊറ്റ ഓർഗാനിസത്തിൽ നിന്നും, ഒരു സിംഗിൾ ഓർഗാനിസത്തിൽ നിന്നും അടുത്ത ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം റീപ്രൊഡക്ഷൻ മെത്തേഡ്സിനെ വിളിക്കുന്ന പേരാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. So the asexual reproduction is a method of producing next generation only from a single organism. ഒരൊറ്റ ഓർഗാനിസത്തിൽ നിന്നും അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അല്ലേ? ഒറ്റ ജീവി, ഒരു ജീവിയിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്ഷൽ എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. ഒരു ജീവിയിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. മറിച്ച് റീപ്രൊഡക്ഷനിൽ 2 ജീവികൾ, 2 organisms are participated. When 2 organisms are participated in reproduction process, then such reproduction process are called sexual reproduction. വ്യത്യാസം മനസ്സിലായല്ലോ? ഒരൊറ്റ ജീവിയിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് അസെക്ഷൽ റീപ്രൊഡക്ഷനും, റീപ്രൊഡക്ഷൻ പ്രോസസ്സിൽ 2 ജീവികൾ, 2 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, 2 ഓർഗാനിസംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം റീപ്രൊഡക്ഷൻ നമ്മൾ വിളിക്കുക സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ്. ഓക്കെ, so in this chapter first of all we are going to discuss about asexual reproduction, then sexual reproduction. So hope you understand the difference between asexual reproduction and sexual reproduction. Okay, now we are going to discuss about the examples for asexual reproduction. Asexual reproduction എക്സാമ്പിൾസ് ആണ് ഇനി നമുക്ക് പഠിക്കാൻ. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു സിംഗിൾ ഓർഗാനിസത്തിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാടൊന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് ഈ വർഷം ആകെ പഠിക്കാനുള്ളത് 3 അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന 3 അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ്.
ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് ബൈനറി ഫിഷൻ. Binary fission. Okay, so there are many asexual reproduction methods are there. Among them, one of the important asexual reproduction method is binary fission. Okay, it will takes place in bacteria. Okay, example is you bacteria നടക്കുന്ന asexual reproduction method ആണ് binary fission. Okay, so binary fission that is simply ബൈനറി ഫിഷൻ എന്താണെന്ന് സിമ്പിൾ ഡിഫൈൻ ചെയ്യാം. തൽക്കാലം എന്ന് പറയാം എന്താണ് ബൈനറി ഫിഷൻ എക്സാമ്പിൾ ബാക്ടീരിയ കേട്ടോ. ഈ ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു ബാക്ടീരിയ ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ, സ്യൂട്ടബിൾ കണ്ടീഷൻ ആണെങ്കിൽ ആ ബാക്ടീരിയ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് കുഞ്ഞു ബാക്ടീരിയ മാറും. ആ കുഞ്ഞു ബാക്ടീരിയ വളർന്നു വലുതാവും, അത് വീണ്ടും ഡിവൈഡ് ചെയ്യും, അടുത്ത രണ്ടെണ്ണമാവും. ഇങ്ങനെ എന്ത് ചെയ്യാം, രണ്ടായി ഡിവൈഡ് ചെയ്ത് എണ്ണം വർദ്ധിക്കുന്നതാണ് എന്ത് ബൈനറി ഫിഷൻ. ബൈനറി 2 ഫിഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. ബൈനറി ഫിഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ബൈനറി ഫിഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് ബാക്ടീരിയ ടു ഫോം 2 ന്യൂ ബാക്ടീരിയാസ്. ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് രണ്ടാവും, ആ രണ്ടെണ്ണം 4 ആവും, 4 8 ആവും, 16 ആവും. ഇങ്ങനെ വളരെ റാപ്പിഡായിട്ട് വളരെ സ്പീഡിൽ നടക്കുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ഇത് ബൈനറി ഫിഷൻ. ഓക്കെ, so we understand what is binary fission. Binary fission എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി ഫിഷൻ നടക്കുന്ന ജീവി ഏതാണ്? ബാക്ടീരിയ ആണ് ബൈനറി ഫിഷൻ നടക്കുന്ന ഓർഗാനിസം. ഇത് എന്താണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു ബാക്ടീരിയ ഫേവറബിൾ കണ്ടീഷനിൽ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ബൈനറി ഫിഷൻ. ഓക്കെ, ഒരു ബാക്ടീരിയ രണ്ടായി ഡിവൈഡ് ചെയ്യും, ആ 2 4 ആവും, 4 8 ആവും. ഇത് വളരെ റാപ്പിഡായിട്ട് വളരെ സ്പീഡിൽ ബാക്ടീരിയകൾ ഡിവൈഡ് ചെയ്ത് എണ്ണം കൂടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബൈനറി ഫിഷൻ. Okay, so we understand what is binary fission. So that's the first method of asexual reproduction, binary fission. Okay, now the second type is spore formation. Spore formation. And this type of asexual reproduction takes place in fungus. Okay, fungus നടക്കുന്ന asexual reproduction ആണ് spore formation. Okay, first one binary fission ആണ്, രണ്ടാമത്തെ asexual reproduction ആണ് spore formation. ഒന്നുമില്ല, സിമ്പിൾ ആണ്. സ്പോർ എന്ന് പറഞ്ഞാൽ ഫംഗസിലുള്ള പ്രത്യേകതര സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സ്പോർസ്. Okay, so spores are nothing but these are the special type of cells present in fungus. ഫംഗസുകളിൽ കാണുന്ന പ്രത്യേകതരം സെല്ലുകളെ വിളിക്കുന്നവരാണ് സ്പോർ. ഓക്കെ, ഇത് അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ, കണ്ടീഷൻ അൺഫേവറബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ അതേപോലെ കിടക്കും. പക്ഷെ എപ്പോഴാണോ കണ്ടീഷൻ ഫേവറബിൾ ആവുക, കണ്ടീഷൻ ഫേവറബിൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സ്പോറ് പുതിയൊരു ഫംഗസ് ആയിട്ട് മാറും. സിമ്പിൾ ഒരു മെത്തേഡാണ്. ഫംഗസിലുള്ള ഒരു സെല്ലാണ് സ്പോറ്. ഈ സ്പോറ് കണ്ടീഷൻ അൺഫേവറബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് സ്പോറായി തന്നെ കിടക്കും. പക്ഷെ എപ്പോഴാണോ കണ്ടീഷൻ ഫേവറബിൾ ആവുക, അപ്പം എന്ത് ചെയ്യും, ഈ സ്പോർ ചേഞ്ച് ടു എ ന്യൂ ഫംഗസ്. ഈ സ്പോർ ഒരു പുതിയ ജീവിയായിട്ട്, പുതിയൊരു ഫംഗസ് ആയിട്ട് മാറും. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് asexual reproduction method is by the spore formation. ഓക്കെ, ഇത് ഒറ്റ ജീവി മതി അല്ലേ, അതുകൊണ്ടാണ് ഇത് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ഒരു ജീവി മതി, വേറൊരാൾ ആവശ്യമില്ല. ഒരൊറ്റ ജീവി, ഒറ്റ ഫംഗസിൻ്റെ ഉള്ളിലുള്ള ഒരു ഫംഗസിനുള്ള ഒരു സെല്ല് തന്നെയാണ് എന്ത് സ്പോറ്. ഈ സ്പോറ് കണ്ടീഷൻ അൺഫേവറബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, സ്പോറായിട്ട് തന്നെ കിടക്കും. പക്ഷെ എപ്പോഴാണോ കണ്ടീഷൻ ഫേവറബിൾ ആവുക, എന്ത് ചെയ്യും, ഇത് ഒരു പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ്സ് എ മെത്തേഡ് ഓഫ് സ്പോർ ഫോർമേഷൻ. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് സ്പോർ ഫോർമേഷൻ. Now third and last type of asexual reproduction unit will be studied this year. ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂന്നാമത്തതും അവസാനത്തുമായ asexual reproduction ആണ് budding. Okay, budding. And this method takes place in hydra. Hydra ഒരു മൈക്രോ ഓർഗാനിസം ആണ്, നമ്മുടെ വാട്ടറിൽ കാണുന്ന അക്വാട്ടിക് ഓർഗാനിസം ആണ് ഹൈഡ്ര. ഹൈഡ്രയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ബഡ്ഡിങ്. ഒന്നുമില്ല, ഒരു ഹൈഡ്ര ഇങ്ങനത്തെ സാധനമാണ്, വളരെ ഉണ്ടാവും. എന്ത് ചെയ്യും, ഈ ഹൈഡ്രയുടെ ബോഡിയുടെ ബോഡി, ഇതൊരു ഹൈഡ്രയുടെ ബോഡിയാണ്, പാരന്റ് ബോഡി.
അല്ലെ. ഹൈഡ്രയുടെ പാരന്റ് ബോഡിയുടെ മുകളിൽ എന്ത് ചെയ്യും, ചെറിയൊരു ബഡ് എന്ന് പറഞ്ഞൊരു ഭാഗം ഫോം ചെയ്യും. ഓക്കെ, ഈ ബഡ് എന്ത് ചെയ്യും, സാവധാനം ഇതിന്റെ മുകളിൽ കടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ പാരന്റ് ഹൈഡ്രയുടെ മുകളിൽ കടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇത് സാവധാനം വളർന്ന് വലുതായിട്ട് സെപ്പറേറ്റ് ഹൈഡ്രയായിട്ട് മാറും. ഒരു ബഡ് എന്നൊരു ഭാഗം ഹൈഡ്രയുടെ ബോഡിയുടെ മുകളിൽ ഉണ്ടാവും. അത് ഹൈഡ്രയുടെ ബോഡിയിൽ കിടന്ന് തന്നെ എന്ത് ചെയ്യും, മെച്ചുവേർഡ് ആയിട്ട് ഗ്രോ ചെയ്ത് മെച്ചുവേർഡ് ആയിട്ട് എന്താകും, സെപ്പറേറ്റ് ഹൈഡ്രയായിട്ട് മാറും. ഇതിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയാൽ, ഈ ഹൈഡ്രയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയാൽ എന്ത് ചെയ്യും, ഇത് ഈ ബോഡിയിൽ നിന്നും പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും, വേറെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഹൈഡ്രയായിട്ട് ജീവിക്കും. ഇതാണ് എന്ത്, ബഡ്ഡിംഗ് എന്ന പ്രോസസ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിന്റെ എക്സാമ്പിൾ, ബഡ്ഡിംഗ്. അപ്പോൾ ബഡ്ഡിംഗ് എന്താണ്? ബഡ്ഡിംഗ് is nothing but it is the asexual reproduction method takes place in hydra. ഹൈഡ്രയിലൊക്കെ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് ബഡ്ഡിംഗ്. ഈ കേസിൽ ഒരു ഹൈഡ്രയുടെ ബോഡിയിൽ, ഒരു പാരന്റ് ഹൈഡ്രയുടെ ബോഡിയിൽ ഒരു ഭാഗം ഫോം ചെയ്യും. ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് ബഡ്, ആൻഡ് that bud will be grow up to a new hydra or attaching with the hydra parent body. ആ പാരന്റ് ബോഡിയിൽ തന്നെ കടന്നിട്ട് അതിന്റെ പാരന്റ് ബോഡിയിൽ കടന്ന് തന്നെ എന്ത് ചെയ്യും, ഈ ബഡ് ഒരു സെപ്പറേറ്റ് ഹൈഡ്രയായിട്ട് വളരും. ഓക്കെ, അതിന്റെ ആ ഹൈഡ്രയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആ ഹൈഡ്ര അതിന്റെ മുകളിൽ ഡിറ്റാച്ച് ആവും. ഈ ഒരു പാരന്റിന്റെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ആവും. ഇതിന് എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് ഹൈഡ്രയായിട്ട് വളരും. And such method is called a budding. Okay, so these are the examples for the different types of asexual reproduction. മനസ്സിലായെന്ന് കരുതുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജീവിയിൽ നിന്നും പുതിയ ജീവി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. 3 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ബൈനറി ഫിഷൻ, സ്പോർ ഫോർമേഷൻ, ബഡ്ഡിംഗ്. ബൈനറി ഫിഷൻ ബാക്ടീരിയ നടക്കുന്നതാണ്. സിമ്പിളായിട്ട് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ബൈനറി ഫിഷൻ. സ്പോർ ഫോർമേഷൻ ഫംഗസിൽ നടക്കുന്ന ഒരു മെത്തേഡാണ് സ്പോർ ഫോർമേഷൻ. ഫംഗസിലുള്ള പ്രത്യേകതരം സെല്ലുകളെയാണ് സ്പോർ എന്ന് വിളിക്കുക. ആ സ്പോർ അൺഫേവറബിൾ കണ്ടീഷനിൽ ഒരു മാറ്റവും ഇല്ലാതെ സ്ഥിതി ചെയ്യുകയും എന്നാൽ കണ്ടീഷൻ ഫേവറബിൾ ആവുമ്പോൾ എന്ത് ചെയ്യും, ഇത് സെപ്പറേറ്റ് ഒരു ഫംഗസ് ആയിട്ട് മാറുകയും ചെയ്യും. ലാസ്റ്റ് മെത്തേഡ് ഈസ് ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രയിൽ നടക്കുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. സിമ്പിൾ ഒരു മെത്തേഡാണ്. ഒരു ഹൈഡ്രയുടെ ബോഡിയിൽ ബഡ് എന്ന് പറഞ്ഞൊരു ഭാഗം ഫോം ചെയ്യും. ആ ബഡ് ഹൈഡ്രയുടെ പാരന്റ് ഹൈഡ്രയുടെ ബോഡിയിൽ കിടന്ന് തന്നെ ഗ്രോ ചെയ്ത് ഗ്രോത്ത് നടക്കും. ആ ഹൈഡ്രയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ആ ഹൈഡ്രയുടെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് ഒരു സെപ്പറേറ്റ് ഹൈഡ്രയായിട്ട് വളരും. ഓക്കെ, സോ ദീസ് ആർ ദ 3 types of asexual reproduction takes place in organisms. Okay, ജീവികൾ നടക്കുന്ന 3 ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, 2 ജീവികൾ, 2 മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ വേണം പുതിയൊരു ജനറേഷൻ ഉണ്ടാവാൻ. അത്തരം മെത്തേഡാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്ലാന്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, സോ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ, പ്ലാന്റ്സിൽ 2 നടക്കുന്നുണ്ട് കേട്ടോ. സെക്ഷനും നടക്കുന്നുണ്ട്, അസെക്ഷനും നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു നമ്മൾ എന്താ പറയുക, ഒരു തണ്ട്, ഒരു സ്റ്റെമ്പ് കുഴിച്ചിട്ടിട്ട് പുതിയ ചെടി ഉണ്ടാക്കും. അത് അസെക്ഷലിൻ്റെ എക്സാമ്പിളാണ് അല്ലേ? അപ്പോൾ അസെക്ഷലും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അസെക്ഷൽ പഠിക്കാനില്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാന്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് പഠിക്കണം? പ്ലാന്റ്സിലെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ച് പഠിക്കണം. അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ കുറെ റീപ്രൊഡക്ഷൻ ഭാഗങ്ങളുണ്ട്. റീപ്രൊഡക്റ്റീവ് പാർട്ട്, reproductive parts are nothing but these are the part of the plant which helps in reproduction. റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന പ്ലാന്റ്സിന്റെ ഭാഗങ്ങളെയാണ് നമ്മൾ വിളിക്കുക റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും റീപ്രൊഡക്റ്റീവ് പാർട്ട് 2 എണ്ണമാണ്. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ടാവും, മറ്റൊന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ടാവും. നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന സംഭവമാണ് കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും
ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ചില പ്ലാന്റ്സിൽ സെയിം ചെടിയിലേക്ക് ഉണ്ടാവാം, ചിലത് രണ്ട് ഡിഫറെൻറ്റ് ചെടിയിലേക്ക്. ഓക്കെ, അത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചതാണ്. മോണോസെക്ഷൽ പ്ലാന്റ്, ബൈസെക്ഷൽ പ്ലാന്റ് എന്നൊക്കെ വന്നിട്ട് ചെറിയ ക്ലാസ്സുകൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ പേര്. അത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ പേരാണ് ആൻഡ്രീഷ്യം. Okay, the male reproductive part present in plants. Plants are male, പുരുഷൻ, ആൺ റീപ്രൊഡക്റ്റീവ് പാർട്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ്രീഷ്യമാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് വരുന്ന ഗൈനീഷ്യം. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സൊക്കെ പഠിക്കുന്നതാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ആൻഡ്രീഷ്യം എന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ഗൈനീഷ്യം എന്നുമാണ് വിളിക്കുക. അപ്പോൾ പ്ലാന്റ്സിലെ റീപ്രൊഡക്റ്റീവ് പാർട്ട് രണ്ട് ടൈപ്പാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ്രീഷ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഗൈനീഷ്യവും. ഓക്കെ, ഇതിനൊരു ആൻഡ്രീഷ്യം എന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്ന് ഫിലമെന്റ് ആണ്, മറ്റൊന്ന് ആന്തർ ആണ്. ഓക്കെ, ഒരു സിമ്പിൾ സ്ട്രക്ചർ ആണ്. ഇങ്ങനെ സാധനം നീളത്തിലാണ്. ഈ സാധനം ആന്തർ, ഇതാണ് ഫിലമെന്റ് കേട്ടോ. ഈ പലിച്ചിന് ഭാഗമാണ് ആന്തർ എന്ന് പറഞ്ഞ്, ഇതാണ് ഫിലമെന്റ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ആന്തറിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക, ആന്തറിന്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാവുക. പൂമ്പൊടി എന്ന് മലയാളത്തിൽ പറയുന്ന സാധനം ആന്തറിന്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലാണ് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ഓക്കെ, ഈ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ചേരുമ്പോഴാണ് പുതിയൊരു ചെടി ഉണ്ടാവുക, സീഡ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാം. ഞാൻ പറഞ്ഞതാണ് ഒരു ആൻഡ്രീഷ്യത്തിന് രണ്ട് ഭാഗമാണ് ഉണ്ടാവുക, ഫിലമെന്റും ആന്തറും. ആന്തറിന്റെ മുകളിലാണ് ഉണ്ടാവുക പൂമ്പൊടി എന്ന് പറയുന്ന ഭാഗം, അതാണ് പോളൻ ഗ്രെയിൻ. ആന്തറിന്റെ മുകളിലാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാവുക. ഈ പോളൻ ഗ്രെയിൻ ഉള്ളിലാണ് ഉണ്ടാവുക മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ഓക്കെ, മെയിൽ ഗ്യാമേറ്റ്. ഇനി ഗൈനേഷ്യത്തിന് വരുമ്പോൾ ഗൈനേഷ്യത്തിന് മൂന്ന് ഭാഗമാണ്, മൂന്ന് ഭാഗമാണ്. ഒന്ന് സ്റ്റിഗ്മ, മറ്റൊന്ന് സ്റ്റൈല്, മറ്റൊന്ന് ഓവറി. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു ഗൈനേഷ്യൻ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. ഇങ്ങനെയാണ് ഒരു ഗൈനേഷ്യൻ സ്ട്രക്ചർ ഉണ്ടാവുക. ഇതാണ് സ്റ്റിഗ്മ, മുകളിൽ കാണുന്നതാണ് സ്റ്റിഗ്മ, ഇതാണ് സ്റ്റൈല്, ഇതാണ് ഓവറി. ഓക്കെ, ഈ ഓവറിന്റെ ഉള്ളിൽ ഒരു ബാഗ് പോലെ ഭാഗം ഉണ്ടാവും, അതാണ് ഓവ്യൂൾ. ഈ ഓവറിനുള്ളിലാണ് ഉണ്ടാവുക, ഇവിടെ മെയിൽ ആണെങ്കിൽ അപ്പുറത്ത് ഫീമെയിൽ ആണ്. ഓവറിക്കുള്ളിൽ ഓവ്യൂൾ ഉണ്ടാവും, ഓവ്യൂളിലാണ് ഉണ്ടാവുക ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് എന്ത് പ്ലാന്റ്സിലെ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ പ്ലാന്റ്സിലെ റീപ്രൊഡക്റ്റീവ് പാർട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യൻ രണ്ട് ഭാഗം ഉണ്ടാവും, ഫിലമെന്റും ആന്തറും. ഓക്കെ, ഇതേപോലെ ഒരു ബൾജിൽ പാർട്ട്, അതാണ് ആന്തർ. നീളത്തിൽ വാല് പോലുള്ള ഭാഗമാണ് ഫിലമെന്റ്. ഈ ആന്തറിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക, ഈ ആന്തറിന്റെ ഉള്ളിൽ പുറത്തൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക പോളൻ ഗ്രെയിൻ ഉണ്ടാവുക, പൂമ്പൊടി. ആ പോളൻ ഗ്രെയിൻ ഉള്ളിലാണ് ഉണ്ടാവുക മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ഓക്കെ, ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഇത് ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഗൈനേഷ്യത്തിൽ മൂന്ന് ഭാഗമാണ് ഉണ്ടാവുക, സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. സ്റ്റിഗ്മ ഈ മുകളിലത്തെ ഭാഗമാണ് സ്റ്റിഗ്മ, ഈ നീളത്തിലുള്ളതാണ് സ്റ്റൈല്, താഴെ ഉള്ളിൽ കാണുന്നതാണ് ഓവറി. ഈ ഓവറിന്റെ ഉള്ളിലാണ് ഒബ്യൂൾ ഉണ്ടാവുക. ഓവറിന്റെ ഉള്ളിൽ ഒബ്യൂൾ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാവും. ഓവറിക്കുള്ളിൽ ഒരു ബാഗ് പോലുള്ള ഭാഗമാണ് ഒബ്യൂൾ. ആ ഒബ്യൂളിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ ഒരു സീഡ് ഉണ്ടാവണമെങ്കിൽ, ഒരു പുതിയ ചെടി ഉണ്ടാവണം ചെയ്യണം, ഈ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ചെയ്യണം ഫ്യൂസ് ചെയ്യണം, കൂടിച്ചേരണം. ഈ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടിച്ചേരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. So what do you mean by fertilization? Fertilization is nothing but it is a fusion between male gamete and female. Male gameറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യാം, കൂടിച്ചേരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്ര ആൾക്ക് പഠിക്കട്ടെ. ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ സ്റ്റെപ്പുകളൊക്കെ പഠിക്കണം കേട്ടോ. റീപ്രൊഡക്ഷൻ എന്തൊക്കെയാണ് നടക്കുക,
ഓക്കെ, റീപ്രൊഡക്ഷൻ എന്തൊക്കെ നടക്കുന്ന സ്റ്റെപ്പുകൾ, അവിടെ നടക്കുന്ന ഈവൻറ്റ്സ് ഇതൊക്കെ പഠിക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നല്ല വൃത്തിക്ക് കാണാം. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആ സ്റ്റെപ്പൊക്കെ പഠിക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കറക്റ്റ് കണ്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. റീപ്രൊഡക്റ്റീവ് പാർട്ട്, പ്ലാന്റ്സിലെ റീപ്രൊഡക്റ്റീവ് പാർട്ട് രണ്ടെണ്ണമാണ്, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യം രണ്ട് ഭാഗം, ഫിലമെന്റ്, ആന്തർ. ആന്തറിനുള്ളിലാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാവുക, പോളൻ ഗ്രെയിനുള്ളിലാണ് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ഫീമെയിലേക്ക് വരുമ്പോൾ ഗൈനീഷ്യമാണ് പാർട്ടിന്റെ പേര്. അത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഇത് മൂന്നുമാണ് ഗൈനീഷ്യത്തിന്റെ ഭാഗങ്ങൾ. അതിൽ ഓവറിനുള്ളിലാണ് ഒബ്യൂൾ എന്ന ഭാഗം ഉണ്ടാവുക. ഈ ഒബ്യൂളിനുള്ളിലാണ് ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ഈ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും പരസ്പരം ഫ്യൂസ് ചെയ്യുമ്പോഴാണ് പുതിയൊരു ചെടി ഉണ്ടാവുക. അപ്പോൾ മെയിൽ ഗ്യാമേറ്റിന്റെയും ഫീമെയിൽ ഗ്യാമേറ്റിന്റെയും ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ് നമ്മൾ എടുക്കും. അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ കാര്യമൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ ഈ കാര്യമൊക്കെ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും കാണാം. സോ അതുവരെ ഇറ്റ്സ് മീ വിപിൻ മാമറ്റ. ബൈ.